നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്വപ്നസുന്ദരമായ വീടുകൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അത്താണിക്ക് സമീപം കാരക്കാട്ടുകുന്ന് എന്ന സ്ഥലത്താണ്. ഇവിടെ വിൽക്കാണ്ടിരിക്കുന്ന മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള വീടുകളുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് വരുന്നത് 5.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും NH47 വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മാത്രമല്ല കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 6 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വെറും 300-350 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. വലിയൊരു ഫ്രണ്ട് മുറ്റമാണ് ഈ വീടിന് വരുന്നത്. മുറ്റത്തെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. 3 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ചെറിയൊരു സിറ്റൗട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്തകത്ത് പ്രവേശിക്കുന്ന ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ഇത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ലിവിങ് സ്പേസിൽ നിന്നും അടുത്ത എൻട്രി വരുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഇവിടെയും ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ഒരു ഡൈനിങ് ടേബിൾ, ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ ഒതുങ്ങിയ രീതിയിൽ ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറായിട്ടാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ക്രോക്കറി ഷെൽഫും നമുക്ക് ഈ ഡൈനിങ് സ്പേസിൻ്റെ ഒരു സൈഡ് വശത്ത് വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ചെറിയൊരു ഇൻവെർട്ടർ റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിനോട് സൈഡിലായിട്ടാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. കിച്ചൺ ഫ്ലോറിങ്ങിനായി വുഡൻ ടൈപ്പിലുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്യാരണ്ടിയോട് കൂടിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ ഈ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലോസി ഫിനിഷിലുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. കുക്കിങ്ങിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും മസാലകൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫും നമുക്കിവിടെ അവൈലബിൾ ആണ്. കിച്ചണിൻ്റെ ബാക്ക് വശത്തായി കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെള്ളം ഈ വേനൽക്കാലത്ത് നമുക്ക് കിണറിൽ കാണുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിലുള്ള കാരക്കാട്ടുകുന്ന് എന്ന സ്ഥലത്ത് മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന 2 ബെഡ്റൂമുകളാണ്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂമിന് നല്ല വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യം നൽകി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല സീലിംഗുകളിൽ സിമ്പിളായി സ്പോട്ടിംഗ് ലൈറ്റുകൾ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജോൺസൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 7-8 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പുവരുത്തി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല നല്ല മനോഹരമായ രീതിയിൽ വാൾ ടൈൽസുകൾ കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടാതെ ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. ഈ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാൾഡ്രോബ് സൗകര്യവും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും സീലിംഗുകളിൽ സ്പോട്ടിംഗ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള വാൾ ടൈൽസുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളും നൽകിയിട്ടുണ്ട്.
നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് ഫ്ലോറിങ്ങിനായി ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. 2 ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും നൽകിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ജോൺസൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 7-8 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പുവരുത്തി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള വാൾ ടൈൽസുകൾ ഇവിടെയും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ബാൽക്കണിയിലേക്ക് ഈ ബെഡ്റൂമിൽ നിന്നും ഒരു എക്സിറ്റും നൽകിയിട്ടുണ്ട്. ബാൽക്കണിയുടെ ഫ്ലോറിങ്ങിനെ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ടൈപ്പിലുള്ള ടൈൽസുകളാണ്. നല്ല മനോഹരമായ രീതിയിലാണ് ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫൻ ഗ്ലാസും നൽകി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ 4th ബെഡ്റൂം ഒന്ന് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യം നൽകി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇവിടെയും വളരെ സിമ്പിളായി സ്പോട്ടിംഗ് ലൈറ്റുകൾ സീലിങ്ങുകളിൽ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയും ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള വാൾ ടൈൽസുകൾ നൽകിയിരിക്കുന്നു. ജോൺസൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഹോട്ട് വാട്ടറിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഇവിടെ ലഭ്യമാണ്. വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക് വശത്തായി നല്ല വലിപ്പമുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്ക് ലഭിക്കുന്നത്. ഡ്രസ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഒരു 50 പേരുടെ ചെറിയ ഫങ്ഷൻ നടത്താനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പ്രത്യേക ഏരിയയും ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ബാക്ക് വശത്തായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തെങ്ങൻ തോപ്പാണ് വരുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങളിൽ നല്ല മനോഹരമായ വീടുകളെല്ലാം ഉള്ള ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. ഈ വീടിന് ചോദിക്കുന്ന വില 79 ലക്ഷം രൂപയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 12 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് നൽകാനുണ്ടെങ്കിൽ ബാക്കി തുക ഞങ്ങൾ ലോണും അറേഞ്ച് ആക്കി നൽകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് നിങ്ങളുടെ വീടുകൾ അന്വേഷിച്ചെടുക്കുന്ന ഫ്രണ്ട്സിലേക്കോ ഫാമിലിയിലേക്കോ എത്തിച്ചു നൽകാനും, മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.